ഒരിക്കൽ ദൈവം പട്ടിയെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പട്ടിയോട് പറഞ്ഞു, എല്ലാ ദിവസവും ഒരു വീടിൻ്റെ മുൻപിലിരിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് കുരയ്ക്കുക. അങ്ങനെ നിനക്കുള്ള ആയുസ് 20 വർഷം ഞാൻ നൽകുന്നതായിരിക്കും. ഉടനെ പട്ടിയുടെ മറുപടി ഉണ്ടായി, അത് വളരെ കൂടുതലാണ്, 20 വർഷമൊക്കെ ഇങ്ങനെ കുരച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ 10 വർഷം അങ്ങ് സ്വീകരിച്ചതിന് ശേഷം എനിക്ക് 10 വർഷത്തെ ലൈഫ് സ്പാൻ തന്നാൽ മതിയെന്ന് ദൈവത്തിനോട് അഭ്യർത്ഥിച്ചു. ദൈവം അത് എഗ്രി ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ദൈവം കുരങ്ങനെ സൃഷ്ടിച്ചു. മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയും അവരെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുകയും അവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയും നിനക്ക് 20 വർഷത്തെ ആയുസ് നൽകാമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. കുരങ്ങൻ ഉടനെ മറുപടി പറഞ്ഞു, 20 വർഷത്തെ ആയുസ് അത് വളരെ കൂടുതലാണ് ഇങ്ങനെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് പട്ടി ചെയ്തതുപോലെ തന്നെ എൻ്റെ 10 വർഷം അങ്ങ് തിരിച്ചെടുക്കുമോ എന്ന് ദൈവത്തിനോട് മങ്കി ആവശ്യപ്പെട്ടു. ദൈവം അത് എഗ്രി ചെയ്യുകയും ചെയ്തു. അടുത്തത് 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം ദൈവം പശുവിനെ സൃഷ്ടിച്ചു. എന്നിട്ട് പശുവിനോട് ആവശ്യപ്പെട്ടു, നീ നിലത്തിൽ പണിയെടുക്കുകയും അതുപോലെ തന്നെ കർഷകർക്ക് സഹായകരമാകുകയും സൂര്യപ്രകാശമൊക്കെ ഏൽക്കുകയും അതുപോലെ പശുക്കുട്ടികളെ ജനിപ്പിക്കുകയും കർഷകർക്ക് പാല് തന്ന് സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് 60 വർഷത്തെ ആയുസ് നൽകാമെന്ന്. പശു ഇത് കേട്ടപ്പോൾ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, വളരെ ടഫാണ് അത്രയും ലൈഫ്, 60 ഇയേഴ്സൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 20 വർഷത്തെ ആയുസ് തന്നിട്ട് എൻ്റെ 40 വർഷത്തെ ആയുസ് അങ്ങ് തിരിച്ചെടുക്കുമോ എന്ന്. ദൈവം അതും സമ്മതിച്ചു നൽകി. അടുത്തത് 4-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ ആഹാരം കഴിക്കുക, ഉറങ്ങുക, കളിക്കുക, കല്യാണം കഴിക്കുക, അതിനുശേഷം ജീവിതം എൻജോയ് ചെയ്യുക. ഇതിനു വേണ്ടി അവനുള്ള ആയുസ് 20 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മനുഷ്യൻ്റെ മറുപടി വന്നു, ഇത്രയുമേ ഉള്ളൂ, ആകെ 20 വർഷമേ അങ്ങ് തരുന്നുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, സാധ്യമാകുമെങ്കിൽ പശു തിരികെ നൽകിയ 40 വർഷവും കുരങ്ങൻ തിരികെ നൽകിയ 10 വർഷവും അതുപോലെ പട്ടി തിരികെ നൽകിയ 10 വർഷവും ചേർത്ത് 80 വർഷം തരാമോ എന്ന് ആവശ്യപ്പെട്ടു. ദൈവം അത് സമ്മതിച്ചു. അതിനാലാണ് 20 വർഷം നമ്മൾ ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു മറ്റുള്ളവരെ. അടുത്ത 40 വർഷം സൂര്യപ്രകാശത്തിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാടിനെ പോലെ പണിയെടുക്കുന്നു. അടുത്ത 10 വർഷം ഒരു മങ്കിയെ പോലെ ഗ്രാൻഡ് ചിൽഡ്രൻസിനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് 10 ഇയേഴ്സ് വീടിൻ്റെ ഫ്രണ്ട് പോർച്ചിലിരുന്ന് ഒരു പട്ടിയെ പോലെ കുരയ്ക്കുന്നു. മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങിയ ആ ആയുസ്സുകൾ മനുഷ്യൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്.